സ്നേഹമുള്ളവരെ, നമ്മൾ സാധാരണ കാണുന്നതാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ, അവയിൽ നിന്നൊക്കെ ഓടിയൊളിക്കുന്ന, അവയിൽ നിന്നൊക്കെ മുഖം തിരിക്കുന്ന മനുഷ്യർ, അവർ അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, ആ അവസ്ഥകളൊക്കെ അവഗണിക്കുകയാണ്. പലപ്പോഴും അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള, ബുദ്ധിപരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇന്നത്തെ സുവിശേഷം തുടങ്ങുന്ന വാചകം കേൾക്കുമ്പോൾ മിക്കവാറും ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് അതായിരിക്കും. അവിടെ നമ്മൾ കേൾക്കുന്നു, യോഹന്നാൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നു, അതുകൊണ്ട് യേശു പിൻവാങ്ങുന്നതായിട്ട്. യേശുവിന് ഭയമായിരുന്നു. തുടർന്നുള്ള വാചകങ്ങൾ നമ്മോട് പറയും, അങ്ങനെയല്ല. യേശു തൻ്റെ വിളിയിൽ നിന്ന്, തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല, മറിച്ച് യേശു തൻ്റെതായിട്ടുള്ള ഒരു ശൈലിയിൽ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. യേശു തന്നിലേക്കോ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള താവളങ്ങളിലേക്കോ ഒളിക്കുകയല്ല, മറിച്ച് മനുഷ്യരെ ഈ സുവിശേഷത്തിനായിട്ട്, സുവിശേഷം സ്വീകരിക്കുന്നതിനായിട്ട് പ്രചോദിപ്പിക്കുകയാണ്. പക്ഷേ അതിന് യേശു സ്വീകരിച്ച രീതി വ്യത്യാസമുള്ളതായിരുന്നു. സാധാരണയായിട്ട് നമ്മളൊരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ നോക്കും, നമുക്ക് അതിന് ചേരുന്ന വിശ്വസ്തരായ മനുഷ്യരുണ്ടോ, അതിന് പറ്റിയ സ്ഥലമാണോ, സാഹചര്യമാണോ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം റിസ്ക് എടുക്കുവാനായിട്ട് നമുക്ക് ആർക്കും താല്പര്യമില്ല. യേശു പക്ഷേ മറ്റൊരു രീതിയിലാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്, അതിന് ആരംഭിക്കുന്നത്. ഇവിടെ നമ്മൾ കേൾക്കുന്ന രണ്ട് പേരുകൾ സെബുലോൺ, നഫ്താലി, യാക്കോബിൻ്റെ മക്കളുടെ 10ാമത്തെയും 6ാമത്തെയും മക്കളുടെ പേരാണത്. അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ 2 വംശങ്ങളുടെ പേരുമാണത്, സെബുലോൺ, നഫ്താലി. ഇവര് അത്ര പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നവരോ അത്ര ശക്തിമാന്മാരോ ആയിരുന്നില്ല. എങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള പ്രാധാന്യമുണ്ടായിരുന്നു. സെബുലോൺ അക്കാലത്ത് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് തുറവിയുടെ ഒരു സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നാമമായിരുന്നു. നഫ്താലി എന്നുള്ളത് ധൈര്യത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ ഒരു ചിഹ്നമായിട്ട് ബൈബിൾ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. അതെ, മനുഷ്യർ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്താണ് യേശു തൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു തുടങ്ങുന്നത്. അതുപോലെ തന്നെയാണ് യേശു ആദ്യം വിളിക്കുന്ന ശിഷ്യന്മാരുടെ കാര്യത്തിലും. അവിടെയും യേശുവിൻ്റെ തനതായ രീതി യേശു കാണിക്കുന്നുണ്ട്. അറിവുള്ള, പഠിപ്പുള്ള, സമൂഹത്തിൽ സ്ഥാനമുള്ള മനുഷ്യരെയല്ല യേശു വിളിക്കുന്നത്, മറിച്ച് സാധാരണക്കാരായ മത്സ്യ തൊഴിലാളികളെ, സാധാരണ മനുഷ്യരെ. പക്ഷെ അവിടെയും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യേശു അവരെ വിളിക്കുമ്പോൾ അവരുടെ പ്രവൃത്തി എന്തായിരുന്നു, അവരുടെ ഉത്തരവാദിത്വം എന്തായിരുന്നു, അതിൽ അവർ വ്യാപൃതരായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മളും ദൈവത്തിൻ്റെ സ്വരം അനുദിന ജീവിതത്തിൽ കേൾക്കുന്നവരാണ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്? പലപ്പോഴും നമുക്ക് സ്വീകാര്യമല്ലാത്ത അവസരങ്ങളിലായിരിക്കാം ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോഴായിരിക്കും ദൈവം നമ്മെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയൊക്കെ ഉപേക്ഷിക്കുവാനായിട്ട്, അതൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തെ അനുഗമിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒന്നല്ല. പക്ഷേ അങ്ങനെയുള്ള അവസരങ്ങൾ പോലും നല്ല രീതിയിൽ മാറ്റുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. കാരണം അവൻ നമ്മെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളിച്ച കാര്യത്തിൽ, ആ വിളിയിൽ തുടരുവാനായിട്ട്, അവൻ നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുവാനായിട്ടുള്ള ശക്തിയും അവൻ നമുക്ക് തരും. മടി പിടിച്ചവരെയോ ഉത്തരവാദിത്തമില്ലാത്തവരെയോ അല്ല യേശു തൻ്റെ ദൈവരാജ്യത്തിലേക്ക് വിളിക്കുന്നത്, തൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ക്ഷണിക്കുന്നത്. അവൻ നമ്മുടെ ധൈര്യം കെടുത്തുകയല്ല, മറിച്ച് നമുക്ക് ധൈര്യം നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
ഒളിച്ചിരിക്കുവാനല്ല, നമുക്ക് ലഭിച്ച നന്മ പരസ്പരം പകർന്നു നൽകുവാനായിട്ടാണ് യേശു നമ്മെ വിളിക്കുന്നത്. നമ്മുടെ പ്രതീക്ഷ വഴി, നമ്മുടെ ധൈര്യം വഴി, നമ്മുടെ സ്നേഹം വഴി, നമ്മുടെ വിശ്വാസം വഴി. ഈ ഒരു നന്മ, നല്ല കാര്യങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി ചെയ്യുവാനായിട്ട്, ധൈര്യത്തോടുകൂടി ചെയ്യുവാനായിട്ട് നമുക്ക് പ്രചോദനമാകട്ടെ. നിസാരമെന്ന് കരുതുന്ന നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകളൊക്കെ ഇപ്രകാരം ദൈവത്തിൻ്റെ നന്മയാൽ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ നന്മകളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിന് നമ്മെ വിളിച്ച ദൈവത്തിന് നന്ദി പറയാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.